ശ്രീ എൻ ശ്രീകുമാർ, ഇവിടെ ഈ പരീക്ഷാ പേപ്പർ ചോർച്ച തടയുവാനുള്ള ചോദ്യപേപ്പർ ചോർച്ച തടയുവാനുള്ള ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച് അതിന്മേൽ ചർച്ച നടക്കുമ്പോൾ അവിടെ ഈ CJP വിജയത്തിന്റെ ക്രെഡിറ്റ് എടുക്കുവാനുള്ള ശ്രമം കോൺഗ്രസ് നടത്തുന്നത് പോലെ മറ്റു പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്നത് പോലെ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ചർച്ച ഈ പേപ്പർ ചോർച്ചയിലേക്ക് പോകാതെ പോലീസ് ലാത്തിചാർജിനെ കുറിച്ചും പിന്നെ ധർമ്മേന്ദ്ര പ്രധാനെ കുറിച്ചുമുള്ള കാര്യങ്ങളിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയാണ്. ശ്രീ മഞ്ജുഷ, ആ ചോദ്യം എന്തായാലും വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ചോദ്യമാണ്. കാരണം കോൺഗ്രസ് ഇക്കാര്യത്തിൽ ആദ്യമേ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് വേണ്ടാന്ന് കൃത്യമായിട്ട് AICC വ്യക്തമാക്കിയിട്ടുണ്ട്. ആത്മാർത്ഥതയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അല്ല, ഞാൻ പറഞ്ഞുതരാം, അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അതായത് കോൺഗ്രസ് ഇന്ന് പാർലമെന്റിൽ കോൺഗ്രസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ സമരത്തിന്റെ വിജയമോ ആ സമരത്തിൽ വിദ്യാർത്ഥികൾ ഉന്നയിച്ച കാര്യമോ ഒക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. പാർലമെന്റിൽ ഉന്നയിച്ചത് ഈ വിദ്യാർത്ഥികളെ നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, അവർക്കെതിരെ പ്രയോഗിച്ച ആയുധങ്ങൾ പ്രയോഗിക്കാൻ ആരാണ് നിർദ്ദേശം കൊടുത്തത്, അവർ വിദ്യാർത്ഥികളല്ലേ, അവർ തീവ്രവാദികളാണോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കേണ്ടത് പ്രതിപക്ഷത്തിന്റെ ചുമതലയാണ്. അതാണ് അവർ നിർവഹിച്ചത്. ഇവിടെ നമ്മുടെ BJP സുഹൃത്ത് ശ്യാമരാജ് പറഞ്ഞൊരു കാര്യം എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യമേ ഈ സമരം കോൺഗ്രസ് അങ്ങ് ഏറ്റെടുക്കായിരുന്നല്ലോ, അവർ ചെയ്തില്ലല്ലോ. രാഹുൽ ഗാന്ധി എപ്പോഴാണ് ഇതിൽ ഇടപെട്ടത്? ഈ സമരം ഒരു ഘട്ടം കോൺഗ്രസിന്റെയും പ്രതിപക്ഷ പാർട്ടികളുടെയും പരാജയമല്ലേ ശ്രീ എൻ ശ്രീകുമാർ? ഈ സമരം കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും നടത്തേണ്ടതായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞ വിദ്യാർത്ഥികളുടെ പ്രശ്നത്തില് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാന രൂപം കൊണ്ട് അവരൊരു സമരം നടത്തി. ആ വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ സമരം നടത്തുമ്പോൾ ആ സമരത്തിന്റെ ചർച്ചയിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. അതായത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ ഈ സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാതെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് രാഹുൽ ഗാന്ധി ആദ്യവും പിന്നീട് AICCയുടെ തീരുമാനപ്രകാരം രണ്ടാമതും വന്നത്? അന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെതിരായിട്ടുള്ള പോലീസ് നടപടിയൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. കോൺഗ്രസിന് ഈ വിഷയം എഴുതിയിൽ എണ്ണയൊഴിക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ മാർഗങ്ങൾ വേറെ ഉണ്ട്. കാരണം കോൺഗ്രസ് ഒരു ദേശീയ പ്രസ്ഥാനമാണ്, ഇന്ത്യയിൽ ആകമാനം സംഘടിത ശക്തിയുള്ള പ്രസ്ഥാനമാണ്, ഭരണമില്ലെന്നല്ലേ ഉള്ളൂ കേന്ദ്രത്തില്. മറ്റൊരു കാര്യം മഞ്ജുഷ ചോദിച്ചെന്താണെന്ന് വെച്ചാല്, ഈ വിഷയത്തിൽ എന്തിനാ ക്രെഡിറ്റ് കോൺഗ്രസിന്? കാരണം ഇതൊരു വിദ്യാർത്ഥികളുടെ അവരുടെ സ്വന്തം കാര്യം, വേറെ ഒരു താല്പര്യം അവർക്കില്ല. അവർക്ക് നീറ്റ് പരീക്ഷ എഴുതാൻ പറ്റിയില്ല, അവരുടെ ആ പരീക്ഷ ക്രമക്കേട് നടന്നു, അതിൽ അവരുടെ ഭാവി അവർ തീരുമാനിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിൽ ആരെങ്കിലും നുഴഞ്ഞു കയറിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. കാരണം അവരെ ആക്രമിച്ച കൂട്ടത്തിൽ പോലീസ് അല്ലാതെ സാധാരണക്കാരുണ്ടായിരുന്നോ, ഏതെങ്കിലും പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നോ എന്നുള്ള ചർച്ചയൊക്കെ വേറെ നടക്കുന്നുണ്ട്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു CJP എന്ന് പറയുന്ന പെട്ടെന്നുണ്ടായ ഒരു വികാരത്തിന്റെ അടിസ്ഥാനത്തിലുണ്ടായ ഒരു വിദ്യാർത്ഥി ഒരു മൂവ്മെന്റ് ആണത്. ഒരു വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനൊന്നും ഒരു ശാശ്വതമായ ഒരു സ്ഥാനമില്ല. പക്ഷേ അത് കണ്ടെത്തി അതിന് പെട്ടെന്ന് പരിഹാരം കാണാൻ BJPയുടെ ക്രൈസിസ് മാനേജ്മെന്റിന് പറ്റിയില്ല. അവിടെയാണ് പരാജയം. ഇന്ന് പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ എന്തുകൊണ്ടാണ് സഭയിൽ വരാത്തതെന്ന ചോദ്യം പ്രതിപക്ഷം ഉന്നയിച്ചില്ലേ? എന്താണ് അവർ വരാതിരുന്നത്? എന്തുകൊണ്ടാണ്? ഈ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരമില്ലാത്തതുകൊണ്ടാണോ? പ്രധാനമന്ത്രി ഇല്ല, ആഭ്യന്തരമന്ത്രി ഇല്ല. അതിന്റെ അർത്ഥം എന്താ? സാധാരണ പ്രധാനമന്ത്രി ഇല്ലെങ്കിൽ പോട്ടെ, നമുക്ക് അറിയാൻ പറ്റും. ആഭ്യന്തരമന്ത്രിയും കൂടി ഇല്ലെങ്കിലോ? കാരണം ഈ രണ്ടുപേർക്ക്, പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രിയുടെ BJPയുടെ നയങ്ങൾക്കെതിരെയാണ് പ്രതിപക്ഷത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ വിമർശനങ്ങളല്ല. അതിന് മറുപടി പറയാൻ ആളുകൾ വേണ്ടേ? ഇന്ന് ശ്രീ പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും ശ്രീ KC വേണുഗോപാൽ ആണെങ്കിലും മറ്റ് പ്രതിപക്ഷ കക്ഷി നേതാക്കളാണെങ്കിലും പറഞ്ഞതെല്ലാം ഈ CJP സമരത്തെ നേരിട്ട ഗവൺമെന്റ് രീതിയെ കുറിച്ചാണ്. അത് മാത്രവുമല്ല, അതിനുശേഷം മറ്റു ചില സംസ്ഥാനങ്ങളിൽ ബീഹാറിലൊക്കെ ഉൾപ്പെടെ കോൺഗ്രസ് ഈ സമരം ചെയ്ത വിദ്യാർത്ഥികളുടെ പേരിലെടുക്കുന്ന കേസുകളെ, സമരത്തെ നേരിടുന്ന AK-47 ഉൾപ്പെടെയുള്ള തോക്ക് ഉപയോഗിക്കുന്നത്, ഡൽഹിയിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത്, ഇങ്ങനൊക്കെ ചർച്ചയാണ്. ഇത് പ്രതിപക്ഷമല്ലേ ഉന്നയിക്കേണ്ടത്? പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ സമരം അവർ ഏറ്റെടുക്കുന്ന പ്രശ്നം ഉണ്ടായില്ല, ഈ സമരത്തിന്റെ ക്രെഡിറ്റും വേണ്ട. ഈ സമരം വിദ്യാർത്ഥികൾ അവരുടെ ഭാവി, അതായത് ഒരു വീട്ടിൽ നിന്ന് ഒരു വിദ്യാർത്ഥി സ്വന്തമായി ഒരു തീരുമാനം എടുത്തു വെച്ചാൽ മതി. അത് കണ്ടെത്തി അത് മുളയിലെ അക്കാര്യത്തിൽ തീരുമാനം എടുക്കുന്നതില് BJPയിലെ ക്രൈസിസ് മാനേജ്മെന്റ് പരാജയപ്പെട്ടു. അത് പരാജയപ്പെട്ടതിന്റെ ഏറ്റവും വലിയ തെളിവ് അവരുടെ മാർഗനിർദ്ദേശക മണ്ഡൽ എന്ന് പറഞ്ഞ് അവർ മാറ്റി നിർത്തിയിട്ടുള്ള അദ്വാനിയിലെ മുരളി മനോഹർ ജോഷി ഉണ്ടല്ലോ, അതിൽ മുൻ വിദ്യാഭ്യാസ മാനവ വിഭവശേഷി മന്ത്രിയാണ് ശ്രീ ജോഷി. ശ്രീ ജോഷി എന്താ പറഞ്ഞത്? CJP സമരത്തെ അനുകൂലിച്ചില്ലേ? അപ്പൊ BJPയിലത്തെ ഉയർന്ന നേതാവ് എന്തുകൊണ്ട് അനുകൂലിച്ചു? എന്തുകൊണ്ട് BJPയിൽ ഇത് സംബന്ധിച്ചൊരു നേതൃത്വത്തിൽ ഭിന്നതയുണ്ടായി തുടങ്ങിയ വാർത്തകളൊക്കെ വരുന്നില്ലേ? അതൊക്കെ ചർച്ച ചെയ്യണ്ടേ? അപ്പൊ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റില് അവരുന്നയിക്കും, എന്താ സംശയമില്ല അക്കാര്യത്തില്?
ഉന്നയിച്ചില്ലെങ്കിലല്ലേ അവർ പ്രതിപക്ഷം ആകാതിരിക്കുള്ളൂ. ഈ ബില്ല് സഭയിൽ കൊണ്ടുവരുന്നതിനെയും ബില്ല് പാസ്സാക്കുന്നതിനും ഒന്നും ആരും എതിരുമല്ലല്ലോ. കാരണം എന്താണ്? കഠിന ശിക്ഷ ആരെയും എതിർക്കുക. പക്ഷേ ഈ സമരത്തെ എന്തിനാ എങ്ങനെ നേരിട്ടത്? ശരി ശ്രീകുമാർ, പ്രതിപക്ഷം ഉന്നയിക്കുന്നതും അതേ കാര്യങ്ങൾ തന്നെയാണ്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഇവിടെ പ്രതിപക്ഷം അത് കോൺഗ്രസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ഞങ്ങളില്ല എന്നുള്ളത്. CJPക്ക് തന്നെയാണ് ക്രെഡിറ്റ്, യുവാക്കൾക്കാണ് ഈ സമരം വിജയിച്ചതിന്റെ ക്രെഡിറ്റ്. പക്ഷേ അതേ സമയത്ത് തന്നെ പ്രതിപക്ഷ ശക്തികൾ ഉണർന്നു രാജ്യത്ത് എന്ന രീതിയിലുള്ള വിലയിരുത്തലുണ്ടല്ലോ. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ഉണർവ് പ്രതിപക്ഷത്തിന് ഇന്ത്യ സഖ്യം എന്ന് വേണമെങ്കിൽ പറയാം കിട്ടിയിട്ടുണ്ട് എന്ന്. അതേസമയത്ത് തന്നെ മറുവശത്ത് ഈ 360 എന്നുള്ള സംഖ്യയിലേക്ക് എത്തുന്നതിന് വേണ്ടി 2/3 ഭൂരിപക്ഷം ഉറപ്പിക്കുന്നതിന് വേണ്ടി BJP നടത്തുന്ന ശ്രമങ്ങൾ, അതും വിജയം കാണുന്നുണ്ട് ഒരു വശത്ത്. ഇപ്പോൾ ശരത് പവാർ വന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കഴിഞ്ഞ ദിവസം കണ്ടതൊക്കെ ഉണ്ടായിരുന്നുവല്ലോ. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഒരു പ്രതിപക്ഷത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന രീതിയിൽ കാണുന്നുണ്ടോ താങ്കൾ? അല്ല മഞ്ജുഷ്, ഇത് പ്രതിപക്ഷത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നല്ല. പക്ഷെ മോദി വിരുദ്ധ ഒരു കൂട്ടായ്മയുണ്ടല്ലോ, അവർക്ക് വലിയ ഒരു ഉണർവുണ്ടായിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മോദി വിരുദ്ധരെന്ന് പറയുമ്പോൾ അത് വലിയൊരു റെയിൻബോ സഖ്യമാണ്. ഇപ്പോൾ കേരളത്തിലൊക്കെ CPM-നെതിരെ ഇവിടെ UDF ഉണ്ടാക്കിയ ഒരു റെയിൻബോ സഖ്യം പോലെ വലിയൊരു റെയിൻബോ സഖ്യമാണ് അത്. ഈ സമരത്തിനിരുന്ന ഇടത് കക്ഷികൾ, അതിപ്പോൾ ഐസ പോലെയുള്ള ചെറു കക്ഷികൾ മുതൽ കോൺഗ്രസ് വരെ നീണ്ടുകിടക്കുന്ന വലിയ ഒരു കൂട്ടായ്മ. അപ്പം അതിൽ ഇനിയിപ്പോൾ ഈ ജന്തർ മന്ദിറിൽ അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും ഒക്കെ ഒന്നിച്ചു നിന്ന്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ ഒന്നിച്ചു നിന്ന് അവർ മുദ്രാവാക്യം മുഴക്കിയതും അവരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ആ കാഴ്ചയുമൊക്കെ അത് ഉത്തർപ്രദേശിലെ ഇലക്ഷനിലൊക്കെ അതിലേക്കൊരു ചൂണ്ടുപലക, അല്ലെങ്കിൽ അവർ അതിൽ നിന്ന് ഉത്തേജനം സ്വീകരിക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഉത്തർപ്രദേശിൽ ഇതിനേക്കാൾ വലിയ വിഷയമുണ്ട്. അത് ചന്ദ ചോർ എന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാണിക്ക മോഷണം, അത് ഇവിടുത്തെ കേരളത്തിലെ ശബരിമല വിഷയത്തെക്കാളൊക്കെ വലിയ വിഷയമാണ്. അപ്പോൾ അതിൽ BJP മാത്രമല്ല RSSും ഈ ഇവിടുത്തെ BJPക്കാരൊക്കെ പറയാറുണ്ട്, ഇപ്പോൾ BJPയിൽ കുറേ കള്ളന്മാരുണ്ട്, പക്ഷെ RSSകാരെല്ലാം ഭയങ്കര പുണ്യാളന്മാരാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അവിടെ RSS BHP ഒക്കെയാണ് അതിൻ്റെ അകത്ത് ഈ വിഷയത്തിൽ, അതായത് അയോധ്യയിലെ ഈ സംഭാവന കൊള്ളയിൽ അതിൽ കൈയിട്ട് വാരിയ ആൾക്കാരൊക്കെ ചമ്പത്തറായി ഒക്കെ ഈ RSSന്റെ ചിരകാല നേതാക്കളാണ്, VHPയുടെ ഒക്കെ നേതാക്കളാണ്. അപ്പോൾ ഉത്തർപ്രദേശിൽ മാത്രമല്ല, ഇത് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനിയും 4-5 സംസ്ഥാനങ്ങൾ വരാൻ പോവുകയാണ്. പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുണ്ട്. പഞ്ചാബിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയാണ് ഭരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ പ്രതിപക്ഷ കക്ഷികൾക്കെല്ലാം ഒരു ഊർജ്ജം ഇതിൽ നിന്ന് കിട്ടും. അതിൽ ഈ ഇപ്പോഴത്തെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.